Okay, good afternoon. Good afternoon, Miss. Okay. അപ്പൊ നമുക്ക് എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? വേഗം കയറിക്കോട്ടെ ക്ലാസ്സില്. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിഞ്ഞ എല്ലാവരും? ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ക്ലാസ് നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയോ? നമ്മൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയോ? ഇതാണ് ഒരു ഉഷാറില്ലാത്ത അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? നാബിന്റെ ഗൈഡ് ബുക്കിനെ കുറിച്ച് നമ്മൾ കണ്ടു അല്ലെ. 10 ചാപ്റ്റർ ഉണ്ട്, 100 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. ഈ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ നമ്മൾ 4 കാറ്റഗറിയിലായിട്ടാണ് പെടുത്തിയേക്കുന്നത് അല്ലെ. ഓർക്കുന്നുണ്ട് അത്? കോർ കാറ്റഗറി, കമ്മിറ്റ്മെന്റ് കാറ്റഗറി, അച്ചീവ്മെന്റ് കാറ്റഗറി, അതുപോലെ തന്നെ എക്സലൻസ് കാറ്റഗറി അല്ലെ. പിന്നെ നമ്മൾ കണ്ടു നാബിന്റെ സ്റ്റാൻഡേർഡ്സ്, അത് രോഗിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ ഏതൊക്കെയാണ്, ആ ഒരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സുകൾ ഏതൊക്കെയാണ്, അതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു നാബിന്റെ അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷന് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് അല്ലെ, റിക്വയർമെന്റ്സ് അല്ലെ. ഒരു നാബിന്റെ അക്രഡിറ്റേഷൻ അല്ലെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു മാനദണ്ഡങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം റിക്വയർമെന്റ്സ് ഉണ്ട്, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിലൊന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു മാനുവൽസ് എന്ന് പറഞ്ഞു അല്ലെ. മാനുവലിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്തൊക്കെയാണ്? പേഷ്യന്റിന്റെ എന്തൊക്കെയാണ്? ക്വാളിറ്റി, അതുപോലെ തന്നെ സേഫ്റ്റി, പിന്നെന്താണ്? ഇൻഫെക്ഷൻ കൺട്രോൾ അല്ലെ. ആ ഒരു 3 കാര്യത്തിനെ സംബന്ധിക്കുന്ന മാനുവലുകള് ഓരോ വർഷം എന്ത് ചെയ്യണം? വിലയിരുത്തുകയും വേണം, അതുപോലെ തന്നെ അതിനെ എന്ത് ചെയ്യണം? പരിഷ്കരിക്കുകയും വേണം അല്ലെ. മാനുവൽസ് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, 3 മാനുവലാണ് കേട്ടോ. ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ. പിന്നെ നമ്മൾ കണ്ടത് കമ്മിറ്റീസ് ആണ് അല്ലെ. ഒരു 8 കമ്മിറ്റിയോളം ഓക്കെ സിമി കറക്റ്റ് ആണ് കേട്ടോ. ആക്സസ് റിവൈസ് ചെയ്യണം. പിന്നെ കമ്മിറ്റീസ് അല്ലെ, 8 കമ്മിറ്റികളുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മൂന്നാമത്തെ ഒരു പോയിന്റ് പഠിച്ചതാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അല്ലെ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിൽ കുറച്ച് പോയിന്റ്സുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ? പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ്, അതായത് ആ ഒരു സ്ഥാപനത്തിന്റെ പ്രകടനം വിലയിരുത്താനും അല്ലെ, ട്രാക്ക് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും അല്ലെ, അതിനൊക്കെ സഹായിക്കുന്ന ഒരു കൂട്ടം സൂചകങ്ങൾ അല്ലെ. അതാണ് എന്ത്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ 32 എണ്ണം വരുന്നുണ്ട് കേട്ടോ. 32 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. 32 എണ്ണം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോ ഇൻഡിക്കേറ്ററുകളാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. ഓക്കെ, അത് നമ്മൾ ഫസ്റ്റ് ടൈം അത് പഠിക്കുന്ന ആയതുകൊണ്ട് എന്തായാലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇനി നിങ്ങൾക്ക് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ ഒരു ചാപ്റ്റർ വരുമ്പോൾ ഇതേ ഇൻഡിക്കേറ്റേഴ്സുകളെ കുറേയും കൂടെ എന്താണ് വിശദമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു വെക്കുകയാണെങ്കിൽ അന്ന് അത് പഠിക്കാൻ നിങ്ങൾക്ക് കുറേയും കൂടെ ഹെൽപ്ഫുൾ ആവും കേട്ടോ. അപ്പൊ അത് ഇപ്പൊ പഠിക്കുന്നത് വേസ്റ്റ് അല്ലാന്ന്. ആ ഒരു ചാപ്റ്റർ വരുമ്പോൾ നിങ്ങൾക്ക് കുറേയും കൂടെ നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ പറ്റും. ഇപ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററില് 32 ഇൻഡിക്കേറ്റേഴ്സുകളാണ് വരുന്നത്. അതിൽ ആദ്യത്തെ നമ്മൾ പറഞ്ഞു ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ് അല്ലെ. ഇൻ പേഷ്യൻസിന്റെ പ്രാഥമിക വിലയിരുത്തലിന് എടുക്കുന്ന സമയം, അത് ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു. പിന്നെ ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് അല്ലെ, ഡിസ്ചാർജിന് എടുക്കുന്ന സമയം. പിന്നെ നമ്മൾ പറഞ്ഞു ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ ദ അഡ്മിഷൻ അല്ലെ. അഡ്മിഷന് ശേഷം ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന പ്രഷർ അൾസേഴ്സ്. അപ്പൊ പ്രഷർ അൾസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെഡ് സോർ ആണ് അല്ലെ. ബെഡ് സോർ ആണ് ഉദ്ദേശിക്കുന്നത്. കുറെ കാലം ബെഡിൽ കിടക്കുമ്പോൾ ആ സ്കിൻ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന ആ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കേസുകളുടെ ശതമാനം അത് ഒരു ഇൻഡിക്കേറ്റർ ആണ്.
പിന്നെ നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻസ് കേട്ടോ. അതായത് ഓരോ 1000 ഇൻവെസ്റ്റിഗേഷനിൽ വരുന്ന റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എററുകളുടെ എണ്ണം, നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. ഓക്കെ, ഒരു മോക്ക് ഡ്രില്ല് നടത്തുമ്പോൾ സ്റ്റാൻഡേർഡിൽ നിന്നും അത് കാണിക്കുന്ന വ്യതിയാനങ്ങളുടെ എണ്ണം, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് കേട്ടോ. പിന്നെന്താണ് പെർസെന്റേജ് ഓഫ് അഡ്ഹിയറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ സ്റ്റാഫ് വർക്കിംഗ് ഇൻ ദ ഡയഗ്നോസ്റ്റിക്സ്. ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാര് അവരുടെ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്നതിന്റെ ശതമാനം അത് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു മെഡിക്കേഷൻ ചാർട്ട്സ് അല്ലെ. മെഡിക്കേഷൻ ചാർട്ട്സ് അതായത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എറർ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ചുരുക്കെഴുത്തുകളുള്ള മരുന്ന് ചാർട്ടുകളുടെ ശതമാനം. ഓക്കെ, അതൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ പറയുന്നത് പേഷ്യൻസ് എന്താണ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അൺഫേവറബിൾ ഡ്രഗ് റിയാക്ഷൻസ് കേട്ടോ. പ്രതികൂല എന്താ പറയാ മരുന്ന് പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ എല്ലാവർക്കും എല്ലാ മരുന്നും പറ്റില്ലല്ലോ. ചില ആളുകൾക്ക് മരുന്ന് കഴിക്കുമ്പോൾ എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള കേസുകളുടെ ശതമാനം അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ പറഞ്ഞത് പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OP. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എന്താണ് ആകസ്മികമായിട്ട് വീണ്ടും എന്നുള്ള വാക്കാണ്, വീണ്ടും തിരിച്ച് പോകേണ്ട ഒരു അവസ്ഥ അല്ലെ. അതായത് ആദ്യത്തെ സർജറി കഴിഞ്ഞിട്ട് അതിലെന്തെങ്കിലും പാകപ്പിഴകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ മൂലം രണ്ടാമത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീണ്ടും ഒരു സർജറി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിക്കപ്പെടുന്ന സാഹചര്യം അത് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു? യെസ്, പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ. നിയർ മിസ്സസ് ഓർമ്മയുണ്ടോ? നിയർ മിസ്സസ് അതായത് ഒരു പേഷ്യന്റിന് പരിചരണം കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പിശകുകളോ ഒക്കെ ആവാം, പ്രതികൂല സംഭവങ്ങളാവാം. പക്ഷെ ഭാഗ്യവശാല് രോഗിക്ക് യാതൊരു വിധത്തിലും അത് ദോഷം വരുത്തുന്നില്ല. ഓക്കെ, അങ്ങനെയുള്ള സംഭവങ്ങൾ അതാണ് നിയർ മിസ്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ് അല്ലെ. പേഷ്യന്റിന്റെ സമ്മതമില്ലാതെ ചെയ്യുന്ന എന്തെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെന്റുകളോ പ്രൊസീജിയറുകളോ അതുപോലെ തന്നെ അപൂർണമായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സ് അതിന്റെയൊക്കെ ശതമാനം. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? പ്രൊഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് അല്ലെ. അതായത് സർജറിക്ക് മുൻപായിട്ട് എന്താണ് ആ ഒരു സർജറിയുടെ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്ന മരുന്നുകളാണ് പ്രൊഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. അത്തരത്തില് പ്രൊഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് എടുത്തിട്ടുള്ള പേഷ്യൻസിന്റെ ശതമാനം ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളിത് പഠിച്ചു തന്നെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്തത് എന്താണ്? ഇനിയുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അല്ലെ. ഓക്കെ, അപ്പൊ കേട്ടോ രണ്ടാമത്തെ പോയിന്റ് ആണ് ഇനി പറയണേ. ഇതുവരെയുള്ള പോയിന്റുകളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവുണ്ടോ? ഇതുവരെ നമ്മൾ എടുത്ത ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിൽ ഏതെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പോകണം കേട്ടോ. ഓക്കെ ആണോ? ഇപ്പൊ നോക്ക് കേട്ടോ. ഓക്കെ ആണ്, നോക്കട്ടെ. എന്നിന്റെ പോയിന്റ് ആണ് percentage of surgeries where the organization's procedure to prevent hostile events like wrong site, wrong patient and wrong surgery have been adhered to. എന്താണ് പറയുന്നത്? അതായത് ഒരു ഹോസ്പിറ്റലിനകത്ത് ഇപ്പൊ സർജറികൾ നടക്കുക, റോങ് സൈറ്റിൽ സർജറി ചെയ്യാം അല്ലെ. തെറ്റായിട്ടുള്ള സ്ഥലത്ത് ചിലപ്പോൾ നെഞ്ചിൽ ചെയ്യേണ്ട സർജറി ആയിരിക്കും, അത് ഒരുപക്ഷെ വയറിൽ ചെയ്യും അല്ലെ. അല്ലെങ്കിൽ വയറിൽ ചെയ്യേണ്ട സർജറി ചിലപ്പോൾ കാലുമ ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കേസുകൾ ഉണ്ടാകാം അല്ലെ. അപ്പൊ റോങ് സൈറ്റിൽ സർജറി ചെയ്യാം. റോങ് പേഷ്യൻസ് അല്ലെ. തെറ്റായ പേഷ്യന്റ് എന്ന് വെച്ചാൽ ആള് മാറിയിട്ടൊക്കെ വേണമെങ്കിൽ സർജറി ചെയ്യും. ഇപ്പൊ ഒരേ പേരിന് 2-3 ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യപ്പെടാം? മാറാം അല്ലെ. മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കൂടുതൽ നടക്കാറില്ല, പക്ഷെ നടക്കാനുള്ളൊരു ഇതുണ്ട് കേട്ടോ, സാധ്യതയുണ്ട്. റോങ് പേഷ്യന്റ്, അതുപോലെ തന്നെ റോങ് സർജറി അല്ലെ. തെറ്റായിട്ടുള്ള ശസ്ത്രക്രിയകൾ. തെറ്റായിട്ടുള്ള ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ തെറ്റായ രീതിയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ നെഗ്ലിജൻസോടൊക്കെ കൂടി ചെയ്യുന്ന ചില സർജറികളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള എന്താണ് പ്രിവെന്റീവ്സ്, അതായത് ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള രീതിയിൽ ഒന്നും നടക്കാത്ത, അതായത് ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ സേഫ് ആയിട്ട് നടക്കുന്ന
സർജറികളുടെ ശതമാനം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പെർസെന്റേജ് ഓഫ് സർജറി. അതിന് അത്രയും നീട്ടി വലിച്ചൊന്നും പറയണ്ട, ഇങ്ങനെ പറഞ്ഞാൽ മതി. സേഫ് ആയിട്ട് ചെയ്തിട്ടുള്ള സർജറികളുടെ ശതമാനം, അങ്ങനെ മാത്രം ഉദ്ദേശിച്ചാൽ മതി കേട്ടോ. സേഫ് ആയിട്ട് ചെയ്തിട്ടുള്ള സർജറികളുടെ ശതമാനം. സേഫ് ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പൊ റോങ് സൈറ്റിൽ സർജറി ചെയ്യാം, റോങ് പേഷ്യന്റിൽ സേഫ് ചെയ്യാം, റോങ് സർജറി എന്നൊക്കെ പറഞ്ഞാൽ അതിൽ വരുന്ന പ്രശ്നങ്ങളാണ്. അതൊന്നും ഇല്ലാതെ വളരെ സേഫ് ആയിട്ട് ചെയ്ത സർജറികളുടെ ശതമാനം, അത് ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ. ഇപ്പോ അടുത്ത മെഡിക്കൽ കോളേജിൽ നടന്നു. ഓക്കെ, കോഴിക്കോട്. ശരി ശരി. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കേസുകളാണ് കേട്ടോ. പിന്നെ പറയുന്നത് അടുത്ത പോയിന്റ് ആണ് മെഡിക്കേഷൻ എറർ റേറ്റ് ആണ് കേട്ടോ. മെഡിക്കേഷൻ എറർ റേറ്റ് ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ. മരുന്നുകളിൽ ഉണ്ടാകുന്ന എറർ നിരക്ക് അല്ലെ. മരുന്നുകളിൽ ഉണ്ടാകുന്ന എറർ നിരക്ക് എന്ന് പറയുമ്പോൾ എന്തൊക്കെ സാധ്യതകളാണ്? അപ്പൊ നമ്മൾ ഫാർമസി പഠിച്ചതാണ് അല്ലെ. അപ്പൊ ഫാർമസി നമുക്കറിയാം, സാധാരണ മരുന്നുകൾ, ചില മരുന്നുകൾ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ മാനുഫാക്ചർ ചെയ്യും, മറ്റു ചില മരുന്നുകൾ നമ്മൾ ഓർഡർ ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ നമ്മൾ വരുത്തിക്കുകയാണ് ചെയ്യുക. നമ്മൾ ഫാർമസി പഠിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോ ഇങ്ങനെ കൊണ്ടുവരുന്ന മെഡിസിൻസിൽ ചിലപ്പോ എന്താണ്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മരുന്നുകൾ ഉണ്ടാവും അല്ലെ. അതുപോലെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മരുന്നുകൾ ഉണ്ടാവും, ചിലപ്പോ ബാൻ ചെയ്തിട്ടുള്ള മരുന്നുകൾ ഉണ്ടാവും. ഇതൊക്കെ എന്താണ്, മെഡിക്കേഷൻ എററുകളാണ് അല്ലെ. മെഡിക്കേഷൻസിൽ വരുന്ന ചില പ്രശ്നങ്ങളാണ്. അത് മാത്രമല്ല, വരുന്ന മരുന്നിനകത്ത് ചിലപ്പോ ആവശ്യത്തിനനുസരിച്ച് ആ ഒരു കണ്ടന്റ് ഇല്ലാതിരിക്കും. നമ്മൾ ഫാർമസി പറഞ്ഞപ്പോ പഠിച്ചു അല്ലെ. ഈ കൊണ്ടുവരുന്ന മരുന്നുകൾ നമ്മൾ അങ്ങനെ തന്നെ പേഷ്യൻസിന് വിതരണം ചെയ്യുന്നുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്ന, കുറെ ടെസ്റ്റുകളൊക്കെ നോക്കിയിട്ട് എല്ലാ കണ്ടന്റും ഓക്കെ ആണോ, പറഞ്ഞ അളവിനൊക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫാർമസി ഈ പറയുന്ന മരുന്നുകളൊക്കെ പേഷ്യൻസിലേക്ക് വിതരണം ചെയ്യുന്നത്. അങ്ങനെ കണ്ടന്റ് ഒക്കെ ഇല്ലാതിരിക്കുന്നതും ഇതിൽ പെടും, മെഡിക്കേഷൻ എററിൽ പെടും. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള മെഡിക്കേഷൻ എറർ റേറ്റ് കേട്ടോ, അത്തരത്തിലുള്ള പ്രോബ്ലംസുകളൊക്കെയുള്ള മരുന്നുകളുടെ ഒരു ശതമാനം, ഓക്കെ, എന്റെ നിരക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്, മെഡിക്കേഷൻ എറർ റേറ്റ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ട്ടോ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ അത് നമുക്കറിയാം അല്ലെ. എന്താണ്, സർജറിയിൽ ഉണ്ടാകുന്ന അണുബാധകളാണ്, ഓപ്പറേഷനിൽ നടത്തുന്ന അണുബാധകളാണ്. അപ്പൊ നമ്മൾ അത് എവിടെ പഠിച്ചിട്ടുണ്ട്, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനകത്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ. ചിലപ്പോൾ സർജറിക്ക് ശേഷം സർജറി ചെയ്ത ഭാഗത്ത് എന്തുണ്ടാവാം, അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞില്ലേ, സർജറിക്ക് മുമ്പായിട്ട് എന്ത് ചെയ്യും, ആ സർജറിയുടെ റിസ്ക് കുറയ്ക്കാനായിട്ട്, റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഈ പറയുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന മരുന്നുകളാണ് പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ സ്വാഭാവികമായിട്ട് സർജറി കഴിയുമ്പോൾ അവിടെ അണുബാധ ഉണ്ടാകാം. അണുബാധ ഉണ്ടായി കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുള്ളൂ, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കും. ഓക്കെ. അപ്പൊ അത്തരത്തില് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസിന്റെ ശതമാനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതൊരു ഇൻഡിക്കേറ്റർ ആണ്. കാര്യം നമുക്ക് ആ ഒരു റേറ്റ് നോക്കിയാൽ, ഇപ്പൊ ഒരുപാട് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് നടന്നിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അതിന് നമുക്ക് എന്തനുമാനിക്കാം, ആ ഒരു ഹോസ്പിറ്റലിലെ സേവനം അത്ര മെച്ചമില്ലാത്തതായിരിക്കും അല്ലെ. അവിടെ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ സേഫ്റ്റി അത്ര എന്താണ് ഉറപ്പാക്കാൻ, പേഷ്യന്റ് സേഫ്റ്റി അത്ര കാര്യമായിട്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പൊ ആ ഒരു ഇൻഡിക്കേറ്ററും വെച്ച് നമുക്ക് അതിന്റെ ക്വാളിറ്റിയും സേഫ്റ്റിയും ഒക്കെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അടുത്തതാണ് സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഇൻ ICU ട്ടോ. ICUവിൽ ഉണ്ടാവുന്ന മരണനിരക്കാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ICUവിൽ ഉണ്ടാവുന്ന മരണനിരക്ക്. ചില രോഗികള് ICUവിൽ തന്നെ എന്ത് ചെയ്യപ്പെടും, മരിക്കും അല്ലെ. അങ്ങനെയുള്ള ആളുകളുടെ, അത്തരം പേഷ്യൻസിന്റെ ഒക്കെ ഒരു പെർസെന്റേജ് ശതമാനം അവിടെ ഒരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. പിന്നെ വരുന്നത് എന്താണ്, റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈൻസ്. ഇതോടെ പറയാണ്, റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈൻസ്. നേരത്തെ നമ്മളൊരു പോയിന്റ് പറഞ്ഞില്ലേ, റിട്ടേൺ ടു OT എന്ന് പറഞ്ഞില്ലേ, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള തിരിച്ചുപോക്ക് എന്ന് പറയുന്ന പോലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു വയറുവേദനയായിട്ട് ഒരു രോഗി വരികയാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും അവർ വരുമ്പോ ആദ്യം ഇങ്ങോട്ട് പോവാം, കാഷ്വാലിറ്റി അല്ലെ, അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ടാവും പേഷ്യന്റ് പോവാം. അവിടെ ചെല്ലുന്നു, ഡോക്ടർ പരിശോധിക്കുന്നു, അത് കഴിഞ്ഞിട്ട് അവർക്ക് എന്തൊക്കെയോ മരുന്നുകൾ കൊടുത്ത് അവരെ പറഞ്ഞു വിടുകയാണ്, ആ രോഗി പോവാണ്.
അത് കഴിഞ്ഞിട്ട് ഒരു 72 മണിക്കൂറിന് ശേഷം ഇതേ സെയിം വയറുവേദന പ്രശ്നങ്ങളുമായിട്ട് ആ ഒരു രോഗി തിരിച്ചെവിടേക്ക് വരികയാണ്, അത്യാഹിത വിഭാഗം അഥവാ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് വരികയാണ്. അങ്ങനെയുള്ള കേസുകളുടെ ശതമാനം, അതായത് ഒരു എക്സാമ്പിൾ ആണ് ഞാൻ വയറുവേദന എന്ന് പറഞ്ഞത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ആദ്യം ഇനീഷ്യൽ കൊടുത്ത ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു രോഗനിർണയം കറക്റ്റ് ആയിട്ടുണ്ടാവില്ല അല്ലെ, ആ ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുണ്ടാവില്ല, രോഗനിർണയം കറക്റ്റ് ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത മരുന്നുകൾ ചിലപ്പോൾ പ്രോപ്പർ അല്ലാത്ത കാരണം കൊണ്ടാവാം, അങ്ങനെയൊക്കെ സംഭവിക്കാറ്. അതുകൊണ്ടാണ് അതേ സെയിം കംപ്ലൈന്റ് ആയിട്ട് ഒരു 72 അവേഴ്സിന് ശേഷം അവർ അതേ കംപ്ലൈന്റുമായിട്ട് തിരിച്ചു വരിക. അതൊരു നല്ല ഒരു ഇതല്ല ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയുള്ള ഇത് കൂടുകയാണെങ്കിൽ ഞാൻ അർത്ഥം എന്താണ്, നല്ല ട്രീറ്റ്മെന്റ് അവിടെ കൊടുക്കുന്നില്ല എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് തരുന്നത്. ഓക്കെ, അപ്പൊ നോക്കി, റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 അവേഴ്സ് വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈൻസ്. അതേ പ്രശ്നങ്ങളായിട്ട് തന്നെ വീണ്ടും രോഗി എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് വരിക. ഓക്കെ, അതിന്റെ ശതമാനം. അടുത്തത് നെക്സ്റ്റ് പോയിന്റ് ആണ് catheter related urinary tract infection rate കേട്ടോ. catheter related urinary tract infection rate നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആയിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. catheter എന്താണ്, അതെ സ്മോൾ ഫ്ലെക്സിബിൾ ട്യൂബ് ആണ് അല്ലെ. ഈ catheterുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് കേട്ടോ, യൂറിനറി ട്രാക്റ്റിൽ ഉണ്ടാവുന്ന അണുബാധകൾ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും സിവിയർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ വന്നാൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ട്യൂബ് അല്ലെ, ട്യൂബ് ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അതാണ് catheter എന്ന് പറഞ്ഞത്. അതിലൂടെ ഇത് സംഭവിക്കുക, പറയുന്ന ബാക്ടീരിയ, വൈറസ് അങ്ങനെയുള്ള പാത്തോജൻസ് ഒക്കെ അതിലൂടെ കയറിയിട്ട് ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കേസുകളുടെ ശതമാനം. ഓക്കെ, അതാണ് catheter റിലേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ്. നെക്സ്റ്റ് വരുന്നതാണ് വെന്റിലേറ്റർ റിലേറ്റഡ് ന്യൂമോണിയ റേറ്റ് കേട്ടോ. വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ട ന്യൂമോണിയയുടെ നിരക്ക്. നമുക്കറിയാം വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ ഏറ്റവും ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണ് വെന്റിലേറ്ററിലേക്ക് രോഗിയെ പ്രവേശിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ പേഷ്യന്റിന്റെ ജീവൻ നിലനിൽക്കുന്നത്, അവര് ബ്രീത്ത് ചെയ്യുന്നതൊക്കെ ഈ പറയുന്ന വെന്റിലേറ്ററിന്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ ട്രക്കിയൽ ട്യൂബ് അല്ലെ, നമ്മുടെ ശ്വാസനാളത്തിലൂടെ നമ്മുടെ ശ്വാസകോശത്തിന്റെ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, വെന്റിലേറ്റർ, ഇറ്റ്സ് ഒരു വെന്റിലേറ്റർ, ആ ട്യൂബ് എന്ത് ചെയ്യും, ആ ഒരു കുഴൽ ഇറക്കും അല്ലെ, നമ്മുടെ മൗത്തിലൂടെ ഇറക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു catheter പോലെ തന്നെയാണ് അല്ലെ. അപ്പൊ ഇതിലൂടെ അണുബാധയൊക്കെ ഉണ്ടായിട്ട് ശ്വാസകോശത്തിനെ ബാധിച്ച് ന്യൂമോണിയ ഉണ്ടാവാനുള്ള ചാൻസുകൾ ഉണ്ട്. അപ്പൊ അത്തരത്തില് വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന ന്യൂമോണിയ നിരക്ക് കേട്ടോ, അതൊരു ഇൻഡിക്കേറ്റർ ആണെന്നുള്ളത് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് വരുന്നതാണ് സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ കേട്ടോ. സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ. അപ്പൊ എന്താണ് ഈ സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാല്? സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല കേട്ടോ, catheter തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. catheter തന്നെയാണ്. The catheter placed in the large vein ആണ് കേട്ടോ. catheter placed in a large vein, ഏറ്റവും വലിയ വെയിനിനകത്ത്, ഏറ്റവും വലിയ ഈ പറയുന്ന സിര അല്ലെങ്കിൽ ഞരമ്പിലോട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്ന catheter തന്നെയാണ് സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ നെക്കിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്തോ നമ്മുടെ കൈ ആമിന്റെ ഭാഗത്തോ ഒക്കെ ഉള്ള വലിയ ലാർജ് വെയിനിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്ന ആ ഒരു ട്യൂബിനെയാണ് നമ്മൾ catheter, മീൻസ് ആ ഒരു catheterനെയാണ് നമ്മൾ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് കേട്ടോ. സ്വാഭാവികമായിട്ട് എന്താണ്, ഇങ്ങനെ catheters ഘടിപ്പിക്കുമ്പോൾ അതിലൂടെ ഈ പറയുന്ന ബാക്ടീരിയ, വൈറസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് സ്വാഭാവികമായിട്ട് ബ്ലഡിൽ കലരുകയും ബ്ലഡ് സ്ട്രീമില് എന്താണ് രക്തത്തിന് അണുബാധ ഉണ്ടാക്കുന്നതിനും കാരണമാകും അല്ലെ. നമ്മൾ ഡയാലിസിസ് പഠിച്ചപ്പോ പറഞ്ഞിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, AV catheter ഒക്കെ പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അതായത് catheter എന്ന് പറയുമ്പോൾ നെക്കിന്റെ ഭാഗത്ത് ഒരു ഹോൾ ചെയ്തിട്ട് catheter ഘടിപ്പിച്ച് ഡയാലിസിസ് നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. അത് നമ്മൾ പറഞ്ഞു, ഭയങ്കര ഏറ്റവും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അത് ഓർത്താ മതി കേട്ടോ. അതൊരു സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതൊരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത പോയിന്റ് ആണ് ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ് കേട്ടോ. നോക്കുക, ഈ കംപ്ലൈൻസ് COMPLIANCE, ഈ കംപ്ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാലിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പാലിക്കുക എന്നുള്ള മീനിങ് ആണ്, മറ്റേ കംപ്ലൈന്റ് അല്ല. ആ കംപ്ലൈന്റിന്റെ അർത്ഥം പരാതി എന്നാണ് കേട്ടോ. ഈ കംപ്ലൈൻറ്റ്സ് പാലിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ നോക്കൂ, ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്, അതായത് കൈ ശുചിത്വം അല്ലെ, കൈ ശുചിത്വം പാലിക്കുന്നതിന്റെ നിരക്കാണ്. അതായത് ആ ഒരു ഹോസ്പിറ്റലിലെ ജീവനക്കാര്
പേഷ്യൻസ് ആയിക്കോട്ടെ, ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, ഹാൻഡ് ഹൈജീൻ എപ്പോഴും എന്തായിരിക്കണം, ഉറപ്പാക്കണം. അല്ല, ആ ഒരു ഹാൻഡ് ഹൈജീൻ കീപ്പ് ചെയ്യുന്നതിന്റെ ശതമാനം അല്ലെങ്കിൽ അതിന്റെ നിരക്ക് നമ്മൾ പഠിച്ചു അല്ലെ. ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് ഒക്കെ നമ്മൾ കണ്ടതാണ്. ഹാൻഡ് ഹൈജീൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞൊരു എന്താ പറയാ, ഇനീഷ്യൽ പ്രിവെന്റീവ് മെഷർ ആണ് അല്ലെ. ഈ പറയുന്ന അണുബാധയിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒരു പ്രിവെന്റീവ് മെഷർ ആണ് ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. നമുക്ക് 10 പൈസ ചെലവോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെ, നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അത്തരത്തില് ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നതിന്റെ നിരക്ക് കേട്ടോ, അതൊരു ഇൻഡിക്കേറ്റർ ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഇൻഫെക്ഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ പറയുന്നത് പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് കേട്ടോ. റീഷെഡ്യൂൾ ചെയ്യുന്ന സർജറികളുടെ ശതമാനമാണ് കേട്ടോ, റീഷെഡ്യൂൾ ചെയ്യുന്ന സർജറികളുടെ ശതമാനം. അത് പല കാരണങ്ങൾ കൊണ്ടാവും. ഇപ്പൊ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് കിട്ടാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പൊ ഡോക്ടർക്ക് എന്തെങ്കിലും എമർജൻസി കേസ് വന്നു, അല്ലെങ്കിൽ പേഷ്യന്റ്, ഇപ്പൊ ചില പേഷ്യൻസിന് നമ്മൾ സർജറി ചെയ്യുന്നതിനേക്കാളും മുമ്പ് അവരുടെ ചില കണ്ടീഷൻസ് ഒക്കെ സ്റ്റേബിൾ ആയിട്ടേ നമ്മൾ ചെയ്യുള്ളൂ അല്ലെ. അവരുടെ കണ്ടീഷൻ ഒക്കെ ഏകദേശം ഓക്കെ ആയിട്ട് ചിലപ്പോൾ സർജറി ചെയ്യുള്ളൂ. അപ്പൊ സർജറി ചെയ്യുന്ന ദിവസം ചിലപ്പോൾ പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരിക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സർജറി മാറ്റി വെക്കേണ്ടതായിട്ട് വരും അല്ലെ. അതിപ്പോ ഡോക്ടറുടെ ഇൻകൺവീനിയൻസും ആവാം, പേഷ്യന്റിന്റെ ഇൻകൺവീനിയൻസ് മൂലം ഒക്കെ എന്താണ്, നമുക്ക് സർജറി ചിലപ്പോൾ റീഷെഡ്യൂൾ ചെയ്യേണ്ടതായിട്ട് വരും. അത്തരത്തില് റീഷെഡ്യൂൾ ചെയ്തിട്ടുള്ള സർജറികളുടെ ശതമാനം അതൊരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ, അതൊരു ഇൻഡിക്കേറ്റർ ആണ്. ഇനി അടുത്തതാണ് എന്ത്, ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് കമ്പോണൻസ്. ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് കമ്പോണൻസ്. എന്താണ് ടേൺ അറൌണ്ട് ടൈം എന്ന് പറഞ്ഞാല്? എന്താണ് ടേൺ അറൌണ്ട് ടൈം എന്ന് പറഞ്ഞാല്? ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ പ്രോസസ് കേട്ടോ. ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് എടുക്കുന്ന ആ ഒരു ടൈം ആണ് കേട്ടോ, ടോട്ടൽ ടൈം ആണ് അവിടെ ടേൺ അറൌണ്ട് ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞ ഇവിടെ എന്തിന്റെ ടൈമാ പറയുന്നത്? ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് കമ്പോണൻസ്. ആരാണ് ബ്ലഡ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത്? ആരാണ്? ബ്ലഡ് ബാങ്ക് ആണ് അല്ലെ. അതായത് ഈ ബ്ലഡ് ബാങ്കിന്റെ സേവനങ്ങള് അല്ലെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻ സേവനങ്ങളെല്ലാം തന്നെ എന്താണ്, പൂർത്തീകരിക്കാൻ എടുക്കുന്ന സമയം. ഇപ്പം ഒരു ബ്ലഡ് ബാങ്കിനടുത്ത് ബ്ലഡിന്റെ ഒരു റിക്വയർമെന്റ് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് അവർ റിസീവ് ചെയ്യുന്നത് മുതൽ അല്ലെ, ഒരു റിക്വസ്റ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്ലഡ് കമ്പോണന്റിന്റെ ആവശ്യം അവർക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് കമ്പോണന്റ് ആണെന്ന് എടുത്ത് മാറ്റിവെക്കും. പിന്നെ അതിന്റെ കുറെ പ്രോസസ്സിംഗ് ഒക്കെ നടക്കും. നമ്മൾ ബ്ലഡ് ബാങ്കിൽ പഠിച്ചതാണ് അല്ലെ. പല ടെസ്റ്റിങ്ങുകളൊക്കെ നോക്കും, ഗ്രൂപ്പിംഗ് ടെസ്റ്റ്, RH ഫാക്ടർ, മറ്റേതെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ, അങ്ങനെയുള്ള ടെസ്റ്റിംഗ് ഒക്കെ നോക്കിയിട്ട് ഫൈനൽ ഏറ്റവും അവസാനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ബ്ലഡ് നമ്മൾ ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്നത് രോഗികൾക്ക്. അപ്പൊ അത്തരത്തില് ആ ഒരു റിക്വസ്റ്റ് റിസീവ് ചെയ്യുന്നത് മുതൽ ആ ഒരു ബ്ലഡ് കമ്പോണന്റ് ഇഷ്യൂ ചെയ്യുന്നത് വരെയുള്ള ആ ഒരു ടൈമാണ്, ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം. ദാറ്റ് ഈസ് കോൾഡ് ടേൺ അറൌണ്ട് ടൈം. ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് കമ്പോണൻസ്. അടുത്തത് വരുന്നതാണ് നഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്സ് കേട്ടോ. ICUവിലും വാർഡിനകത്തുമുള്ള നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ആണ് കേട്ടോ. നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ നമ്മൾ ICUവിന്റെ പഠിച്ചിട്ടുണ്ട്. ICU നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഓർമ്മയില്ല നിങ്ങൾക്ക്? 1:1 1:2 ആണ് കേട്ടോ. അത് തന്നെ, അതിന് കറക്റ്റ് ആണ് കേട്ടോ. 1:1 1:2. ഓക്കെ, അപ്പൊ എന്താണ്, രണ്ട് പേഷ്യൻസിനെ സെർവ് ചെയ്യാനായിട്ട് ഒരു നഴ്സ് അല്ലെ, അതല്ല എന്റെ അർത്ഥം. അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് സെർവ് ചെയ്യാൻ ഒരു നഴ്സ്, ആ രീതിയിലാണ് ICUവിലെ നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ. ഇനി നമ്മുടെ വാർഡിലാണെങ്കിൽ ഏകദേശം 1:6 ഒക്കെയാണ് കേട്ടോ പറയാം. 6 പേഷ്യൻസിനെ സെർവ് ചെയ്യാനായിട്ട് ഒരു നഴ്സ് എന്നുള്ള രീതിയിലാണ് അവിടെ ഉണ്ടായിരിക്കുക. ആ ഒരു നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ അത് ഒരു ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ, സൂചകമാണ്. അത് ആ ഒരു അനുപാതത്തിനനുസരിച്ച് ആ ഒരു റേഷ്യോയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അതെന്താണ്, ആ ഒരു ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റിയുടെ കുറവിനെയാണ് അതവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ടേൺ അറൌണ്ട് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാല് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ പ്രോസസ് കേട്ടോ. ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ പ്രൊസീജിയർ ഓഫ് പ്രോസസ് കേട്ടോ. ഒരു പ്രക്രിയ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് ടേൺ അറൌണ്ട് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് എന്ത്, വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. ഒരു മിനിറ്റ്, ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ.
ഓക്കെ, പറയാം. വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എന്തായിരിക്കും? ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ, അതായത് ഒരു ഔട്ട് പേഷ്യന്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന ആ ഒരു വെയിറ്റിംഗ് ടൈം അല്ലെ. എത്ര സമയം കൊണ്ടാണ് അവരൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു സമയമാണ് കേട്ടോ ആ വെയിറ്റിംഗ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്. അത് അതിന് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആ ടൈമാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഡോക്ടർ ഫസ്റ്റ് കുറച്ച് പേഷ്യൻസിനെ നോക്കും, പിന്നെ അവര് റൗണ്ട്സിന് പോകും, അവിടെയുള്ള ഇൻപേഷ്യൻസിനെ ചെക്ക് ചെയ്യാൻ റൗണ്ട്സിനൊക്കെ പോയിട്ട് പിന്നീടാണ് ബാക്കിയുള്ള ഔട്ട് പേഷ്യൻസിനെയൊക്കെ അവര് കൺസൾട്ട് ചെയ്യുക. അപ്പൊ എന്തായാലും കൺസൾട്ടേഷൻ എടുക്കുന്ന ആ ഒരു വെയിറ്റിംഗ് ടൈമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് കേട്ടോ. ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗനിർണയം നടത്തും. ഇപ്പൊ ലാബ് ആവാം, അത് തന്നെ രോഗനിർണയത്തിന് എടുക്കുന്ന സമയം. ഇപ്പൊ ലാബിൽ നിന്നുള്ള റിസൾട്ട് കിട്ടിയിട്ടേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല സ്കാനിങ്ങോ എക്സ്റേയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു രോഗനിർണയം കറക്റ്റ് ആയിട്ട് നടത്താൻ സാധിക്കും. അതിനെടുക്കുന്ന സമയമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ. എന്താണ് സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ? അടിയന്തര മരുന്നുകളുടെയൊക്കെ എന്താണ് ലഭ്യമല്ലാത്തത് കേട്ടോ, ലഭ്യമല്ലാത്ത സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളത് കേട്ടോ, ലഭ്യമല്ലാത്ത ചില എമർജൻസി മെഡിസിൻസിന്റെ ഒക്കെ ശതമാനം. അതൊരു ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റർ ആണ്. ചിലപ്പോ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ മിക്കപ്പോഴും നമ്മൾ കേൾക്കുന്ന പ്രശ്നമാണ് അല്ലെ, മെഡിക്കൽ കോളേജിലേക്ക് എമർജൻസി മെഡിസിൻസ് ഒന്നും അവിടെ ഉണ്ടാവില്ല, ലഭ്യമല്ല അല്ലെ. അപ്പൊ അത്തരത്തിൽ തന്നെയാണ് സ്റ്റോക്ക് ഔട്ട് ആവാന്ന് വെച്ചാൽ ലഭ്യമല്ലാതിരിക്കുക അല്ലെ, ആ ഒരു സ്റ്റോക്ക് തീർന്നു പോവാം അല്ലെ. ആ ഒരു സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ കേട്ടോ, അതൊരു ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റർ ആണ്. പിന്നെ വരുന്നതാണ് പേഷ്യന്റ് ഫാൾ റേറ്റ് കേട്ടോ. പേഷ്യന്റ് ഫാൾ റേറ്റ്, അതായത് വീണു പോകുന്ന രോഗികളുടെ നിരക്ക് കേട്ടോ. അപ്പൊ ഹോസ്പിറ്റലിൽ വരുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ വീണു പോകുന്ന പേഷ്യൻസ്, ഒരു പക്ഷെ എന്താണ് ഹോസ്പിറ്റലിൽ ഫിസിക്കൽ ഫെസിലിറ്റീസിലുള്ള കുറവ് കൊണ്ടാണോ, ഭയങ്കര സ്ലിപ്പറി ഫ്ലോർ ആണ് അല്ലെ, തെന്നി നീങ്ങുന്ന ഫ്ലോർ ആണ്, അങ്ങനെയൊക്കെയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ രോഗി വീണേക്കാം. അല്ലെങ്കിൽ ഇപ്പൊ എവിടെയെങ്കിലും തട്ടോ മുട്ടോ എന്തെങ്കിലും ഫ്രാക്ചർ വരിക അല്ലെ, വല്ല ഒടിവോ ചതവോ വരിക. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തുണ്ടാവും, പിന്നീട് കുറെ കാലങ്ങളോളം ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അതെന്ന് പറയുന്നത് അത് മാത്രമല്ല, അങ്ങനെ ഇഞ്ചുറി വന്നിട്ടോ ഫ്രാക്ചർ വന്നിട്ടോ വീണു പോകുന്ന കേസ് മാത്രമല്ല, ചിലവർക്കൊരു മെന്റൽ ട്രോമ വന്നിട്ട് അല്ലെ, മാനസികമായിട്ടുള്ള എന്തെങ്കിലും ആഘാതം കൊണ്ട് അബോധാവസ്ഥയിലാകുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്രീറ്റ്മെന്റിന്റെ ഒരു സൈഡ് ഇഫക്ട് എന്നോണം അബോധാവസ്ഥയിലാകുന്ന രോഗികൾ ഉണ്ടാവാം. വീണു പോകുന്ന രോഗികളാണ് കേട്ടോ. അപ്പൊ വീണു പോകുന്ന രോഗികളുടെ നിരക്ക് അത് ഒരു എന്താ പറയാ ഒരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ, പേഷ്യന്റ് ഫാൾ റേറ്റ് എന്ന് പറയും. ഓക്കെ, പിന്നെന്താണ് ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് കേട്ടോ. അതായത് നീഡിൽ സ്റ്റിക്ക് മൂലം ഉണ്ടാകുന്ന പരിക്കുകൾ. ഓക്കെ, അങ്ങനെയുള്ള കേസുകളുടെയൊക്കെ ആ ഒരു ശതമാനമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നീഡിൽ സ്റ്റിക്ക് മൂലം ഉണ്ടാകുന്ന ഇഞ്ചുറി എന്ന് പറയുന്നത്, ഇഞ്ചുറി എന്ന് പറയുന്നത് സാധാരണ മുറിവാണ് അല്ലെ. അപ്പൊ മുറിവ് എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കരുത്. അപ്പൊ നമ്മൾ കയ്യിൽ കാനുല വെക്കില്ലേ, കാനുല വെക്കുന്ന, അപ്പൊ ഈ കാനുല നമ്മളിങ്ങനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിന്റെ ബ്ലഡ് പുറത്തോട്ട് വരും. ആ ബ്ലഡ് ഈ പറയുന്ന നഴ്സിന്റെ കണ്ണിലേക്കൊക്കെ തെറിച്ചിട്ട് ഈ പറയുന്ന ബ്ലഡിൽ കലർന്നിട്ടൊക്കെ HIV പോലെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടായ സംഭവങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തില് സ്റ്റിക്ക് മൂലം, സുരക്ഷിതമല്ലാത്ത സിറിഞ്ചിന്റെ ഉപയോഗം മൂലമൊക്കെ നമുക്ക് ഈ പറയുന്ന ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ HIV പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാം. ഇഞ്ചുറി എന്ന് പറയുമ്പോൾ നിങ്ങൾ മുറിവ് എന്ന് മാത്രം ചിന്തിക്കരുത്, അതുമൂലം ഉണ്ടാവുന്ന എന്ത് രോഗങ്ങളും വേണമെങ്കിലും കേട്ടോ, രോഗാവസ്ഥകളും ആകാം. ഓക്കെ, അതാണ് ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. നീഡിൽ സ്റ്റിക്ക് മൂലം ഉണ്ടാകുന്ന പരിക്കുകൾ, മുറിവുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗാവസ്ഥകളായിരിക്കും കേട്ടോ, അങ്ങനെയുള്ള കേസുകളുടെയൊക്കെ ശതമാനം. ഓക്കെ, അടുത്തത് എന്താണ് സ്യൂട്ടബിൾ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിംഗ് ദ ഷിഫ്റ്റ് ചേഞ്ച്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ഫോർ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്. അതായത് നമുക്കറിയാം അല്ലെ, ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും അവരുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യണം, വളരെ സൂട്ടബിൾ ആയിട്ട് രോഗിയുടെ വിവരങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യണം അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക്, എപ്പോഴെങ്കിലും അഡ്മിറ്റ് ആയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും അല്ലെ. ഡേ ടൈമിൽ വർക്ക് ചെയ്ത നഴ്സ് ഉണ്ടായിരിക്കും, ഡേ ടൈം മുഴുവൻ നമ്മൾക്ക് പരിചരണം നൽകുന്നു. അത് കഴിഞ്ഞ് നൈറ്റ് ടൈം ആകുമ്പോൾ ഇവരുടെ ഡ്യൂട്ടി ടൈം അവസാനം പുതിയൊരു നഴ്സ് വരും അല്ലെ, നൈറ്റ് ടൈമിൽ വരും. അപ്പൊ നൈറ്റ് ഷിഫ്റ്റിൽ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ നഴ്സ് എന്ത് ചെയ്യും,
നമ്മുടെ ഈ രോഗിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും അവരുടെ എന്താ പറയുക ഹെൽത്ത് കണ്ടീഷൻ എല്ലാം കൃത്യമായിട്ട് ഈ വരുന്ന അല്ലെ നൈറ്റ് ഷിഫ്റ്റ് ഉള്ള നഴ്സിന്റെ അടുത്ത് കൃത്യമായിട്ട് അവർ ഹാൻഡ് ഓവർ ചെയ്യും അല്ലെ പറഞ്ഞു കൊടുക്കും. പിന്നീട് അവരായിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ആ രീതിയിൽ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് സ്യൂട്ടബിൾ ആയിട്ട് വിവരങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ടോ എന്നത് ഒരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. സ്യൂട്ടബിൾ ഹാൻഡ് ഓവർ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ട്രീറ്റ്മെന്റിലും അതിനനുസരിച്ചുള്ള വാരിയേഷൻസ് വ്യതിയാനങ്ങൾ ഉണ്ടാകും കേട്ടോ. ഓക്കെ, അടുത്തതാണ് കംപ്ലൈൻസ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ്. ഈ കംപ്ലൈൻസിന്റെ മീനിങ് എന്താണ്? പാലിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. കംപ്ലൈൻസ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ്, അതായത് ഡോക്ടർ എഴുതിയ പ്രിസ്ക്രിപ്ഷൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് പാലിക്കുന്ന രോഗികളുടെ ശതമാനമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. കംപ്ലൈൻസ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ്, അതായത് ഡോക്ടർ എഴുതുന്ന മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന കൃത്യമായിട്ട് പാലിക്കുന്ന രോഗികളുടെ ശതമാനം. ചിലവർ സ്വയം മരുന്ന് എഴുതി സ്വയം മരുന്ന് ചെയ്യുന്ന സ്വയം ഡോക്ടറായിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. മറ്റു ചിലവർ എന്തെങ്കിലും അസുഖം വന്നാൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യും. അവർ പറയുന്ന പ്രകാരം പ്രിസ്ക്രിപ്ഷൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കുന്ന രോഗികളുണ്ട് അല്ലെ. അങ്ങനെയുള്ള രോഗികളുടെ ശതമാനമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത്രയും പറഞ്ഞ 32 എണ്ണമാണ് എന്തെന്ന് പറയുന്നത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെയാണ്. ഇതെല്ലാം തന്നെ എന്തിനാ? ആ ഒരു ഓർഗനൈസേഷന്റെ ഓവറോൾ പെർഫോമൻസിന് മൊത്തത്തിലുള്ള പ്രകടനത്തിന് വിലയിരുത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം സൂചകങ്ങളാണ്. ഒരു കൂട്ടം എന്ന് പറയുമ്പോൾ 32 സൂചകങ്ങൾ നമ്മൾ ഇവിടെ പഠിച്ചു. ഇതെല്ലാം ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഈ 32 പോയിന്റും ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ ആണല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേട്ടോ. ഓക്കെ ഓക്കെ ആണോ? ശരി, അടുത്തയിലോട്ട് പോട്ടെ. നിങ്ങൾ ഉച്ചക്കത്തെ ബാച്ച് ഭയങ്കര ശോകമാണല്ലോ. ഇത് എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ പ്ലീസ്. എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യട്ടോ. 1-2 പേര് മാത്രമാണ് പറയുന്നത്. പലരും എനിക്ക് തോന്നുന്നു വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് പോകുന്നവരായിരിക്കും നിങ്ങൾ അല്ലെ. ഓക്കെ, ഇനിയിപ്പൊ ഞാൻ അധികം സ്ട്രെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ വരുമ്പോ. അപ്പൊ ഇനി 4ാമത്തെ പോയിന്റ് കേട്ടോ. ഓക്കെ, എന്താണ് ഓ പറയാൻ പോകുന്ന? ഓയാ ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഡിക്കേഷൻ എറർ റേറ്റ് ആണ് കേട്ടോ. അഫ്സലെ, ഓ എന്ന് പറയുന്നത് മെഡിക്കേഷൻ എറർ റേറ്റ് ആണ് കേട്ടോ. മെഡിക്കേഷൻസിൽ വരുന്ന തെറ്റുകൾ, അതായത് മെഡിസിൻസിലൊക്കെ വരുന്ന തെറ്റുകളുടെ നിരക്ക്. ഈ മെഡിസിൻസിൽ വരുന്ന തെറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ മെഡിസിൻസ് ഒക്കെ കൊണ്ടുവരില്ലേ, ആ സമയത്ത് ചിലപ്പോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മരുന്നുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മരുന്നുകൾ ഉണ്ടായിരിക്കും. മനസ്സിലായോ? നിലവില് ബാൻ ചെയ്തിട്ടുള്ള റദ്ദാക്കിയിട്ടുള്ള ചില മരുന്നുകളൊക്കെ വരാം. അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. അത്തരം മരുന്നുകളൊക്കെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതൊക്കെയാണ് അവിടെ മെഡിക്കേഷൻ എറർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മാത്രമല്ല, ഓരോ മെഡിസിനകത്തും ഇന്ന കണ്ടന്റുകൾ കൃത്യമായിട്ട് അളവിൽ വേണം അല്ലെ. ഓരോ കണ്ടന്റുകളും ഇപ്പൊ ഒരു കൊളസ്ട്രോളിന്റെ ഒരു മരുന്നെടുത്താൽ അതിനകത്ത് ഇന്ന കണ്ടന്റുകൾ കൃത്യമായിട്ടൊരു അളവിൽ വേണം. ആ കണ്ടന്റ് കൃത്യ അളവിൽ ഇല്ലെങ്കിലും നമുക്ക് ആ മെഡിസിൻ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അതൊക്കെ എന്തിൽ വരും? മെഡിക്കേഷൻ എററിൽ വരുന്ന കാര്യങ്ങളാണ്. അത്തരത്തിൽ എറർ വന്നിട്ടുള്ള മെഡിസിൻസുകളുടെ നിരക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയ അവസരന്? ഓക്കെ ആണോ? മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? NABHന്റെ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ റിക്വയർമെന്റ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു മാനുവൽസ് ആണ്. സെക്കൻഡ് പോയിന്റ് കമ്മിറ്റീസ് നമ്മൾ പറഞ്ഞു. 3ാമത്തെ പോയിന്റ് ആയിരുന്നു നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. അതിനകത്തൊരു 32 ഇൻഡിക്കേറ്റർ സൂചകങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് 4ാമത്തെ റിക്വയർമെന്റ് എന്താണോ? ഇനിയുള്ളത് കുഴപ്പമില്ല കേട്ടോ. ഈ പറഞ്ഞ 32 ഇൻഡിക്കേറ്റേഴ്സിലെ അത് തന്നെയാണ് കേട്ടോ ഇനിയുള്ള പേജുകളിൽ വരുന്നത്. ഇനിയുള്ള പേജുകൾ കാണുമ്പോൾ പേടിക്കൊന്നും വേണ്ട. ഈ സെയിം ഇൻഡിക്കേറ്റേഴ്സ് തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആക്കി തിരിച്ച് മാത്രമാണ് ഇനിയുള്ള പേജസ് മുഴുവൻ പറയുന്നത് കേട്ടോ. ഇതോടുകൂടി ശരിക്കും പറഞ്ഞ മെയിൻ ഭാഗങ്ങൾ കഴിഞ്ഞു. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഇനിയുള്ള പേജുകളിൽ വരുന്നത് കേട്ടോ. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ നോക്കാം, 4ാമത്തെ പോയിന്റ് ഇതാണ് സൈനേജ് കേട്ടോ. സൈനേജ് ബ്രാക്കറ്റിൽ ബൈലിംഗ്വൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഇൻക്ലൂഡ്സ് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതായത് രോഗിയുടെ അവകാശങ്ങളും അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളും കുറഞ്ഞത് 2 ഭാഷയിലെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു
കേട്ടോ. ബൈലിംഗ്വൽ ആണ് പറഞ്ഞിരിക്കുന്നത്, 2 ഭാഷ. ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ മലയാളം ഇംഗ്ലീഷും അല്ലെ, ചിലതിനിപ്പോ ഒരു ലാംഗ്വേജും കൂടെ ആക്കേണ്ടി വരും, ഹിന്ദിയൊക്കെ ആഡ് ചെയ്യേണ്ടി വരും, കാരണം നിറച്ചും ബംഗാളികളാണല്ലോ കേരളത്തിൽ മൊത്തം. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, പേഷ്യൻസിന്റെ ആ ഒരു അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും കുറഞ്ഞത് 2 ഭാഷയിലെങ്കിലും എന്ത് ചെയ്തിരിക്കണം, ഹോസ്പിറ്റലില് പ്രദർശിപ്പിച്ചിരിക്കണം. അതിപ്പോ പേഷ്യന്റിന്റെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും മാത്രമല്ല, ഇപ്പൊ നമ്മളൊരു നല്ല ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാം മലയാളത്തിലും കൂടെ, മലയാളത്തിൽ ഇംഗ്ലീഷിൽ എഴുതി വെക്കും അല്ലെ, എഴുതി വെക്കാറില്ല. ഇപ്പൊ കാഷ്വാലിറ്റി, അത്യാഹിത പാർട്ടിയുടെ അത്യാഹിത വിഭാഗം, ICU, തീവ്രപരിചരണ വിഭാഗം, അങ്ങനെയൊക്കെ ഇങ്ങനെ എഴുതി വെക്കാറുണ്ട് അല്ലെ. ഇവിടെ എന്താ പറയുന്നത്, പേഷ്യൻസിന്റെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി 2 ഭാഷയിൽ പ്രദർശിപ്പിച്ചിരിക്കണം. പിന്നെ വരുന്നത് സ്റ്റാഫ് ട്രെയിനിങ് റെക്കോർഡാണ് കേട്ടോ. അതായത് പുതിയതായിട്ട് വരുന്ന സ്റ്റാഫുകൾ അവർക്ക് പരിശീലനങ്ങളും മറ്റും കൊടുക്കും അല്ലെ. ഏതൊരു ജോലിയിലും കയറി കഴിഞ്ഞ ഒരു പ്രൊബേഷണറി ടൈം ഉണ്ടായിരിക്കും, ഒരു പ്രൊബേഷണറി പീരീഡ് ഉണ്ടാവും അല്ലെ, ട്രെയിനിങ് പീരീഡ്. ഓക്കെ, അപ്പൊ ആ ഒരു സ്റ്റാഫിനൊക്കെ കൊടുക്കുന്ന ട്രെയിനിങ്ങിന്റെ റെക്കോർഡ്സുകൾ എല്ലാം കൃത്യമായിട്ട് അവിടെ ഏതൊരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ, അക്രഡിറ്റേഷൻ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. പിന്നെ പറയുന്നത് സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ ആണ് കേട്ടോ. സ്റ്റാഫുകളുടെ, ജീവനക്കാരുടെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്താണ്, ജീവനക്കാരൻ, അവരിലൂടെയാണ് പേഷ്യൻസിന് സേവനങ്ങൾ ലഭിക്കുന്നത് അല്ലെ. അപ്പൊ അവര് ഇമ്മ്യൂണൈസേഷൻ, അവരുടെ കുത്തിവയ്പ്പുകൾ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ പ്രോപ്പർ ആയിരിക്കണം. അതല്ലെങ്കിൽ അവർക്ക് അസുഖങ്ങൾ അല്ലെ വരാനുള്ള സാധ്യതയുണ്ട്. കുത്തിവയ്പ്പ് എടുത്താൽ അസുഖം വരും കേട്ടോ, എന്നാലും ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ എല്ലാ ഇമ്മ്യൂണൈസേഷൻ അവർ എടുത്തിരിക്കണം. അല്ലാത്ത പക്ഷം എന്താണ്, അവരിൽ നിന്നും അസുഖങ്ങൾ ആർക്ക് വരും, പേഷ്യൻസിന് വരും അല്ലെ. അതുകൊണ്ടാണ് സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ റെക്കോർഡ്സുകൾ ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് കേട്ടോ. നിയമപരമായിട്ടുള്ള എന്താ പറയാ, റിക്വയർമെന്റ്സ്, നിയമപരമായിട്ടുള്ള ആവശ്യകതകൾ. അത് വേറൊന്നുമല്ല, നമ്മള് ഒരു ചാപ്റ്റർ പഠിച്ചില്ലേ, എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് കുറെ നിയമങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മുടെ ഓരോ ഹോസ്പിറ്റലുകളും പ്രവർത്തിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ്, സെൻട്രൽ, ഈവൻ എന്താണ് ലോക്കൽ അല്ലെ, നിയമങ്ങളെ വരെ പാലിച്ചുകൊണ്ടാണ് ഓരോ ഹോസ്പിറ്റലും പ്രവർത്തിക്കേണ്ടത്. അപ്പൊ അത്തരത്തില് എല്ലാ നിയമങ്ങൾക്കും വിധേയമായിട്ടാണോ ആ ഒരു ഹോസ്പിറ്റല് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പാക്കണം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സും വളരെ ആവശ്യം. വെറുതെ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. അത് ഈ പറയുന്ന എല്ലാ നിയമങ്ങളും, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ, അഥവാ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഇത് എന്താ പറയുക അഡ്മിനിസ്ട്രേഷൻ ആയാൽ കൂടി അവരുടെ എല്ലാവരുടെയും നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് വേണം എന്ത് പ്രവർത്തിക്കാൻ, ഹോസ്പിറ്റൽ പ്രവർത്തിക്കാൻ. അത്തരത്തിലുള്ള ലീഗൽ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സിന്റെ റെക്കോർഡ്സും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ എന്താണ് ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ ഇൻഡിക്കേറ്റർ, മീൻസ് ഒരു ആവശ്യമാണ് കേട്ടോ. അക്രഡിറ്റേഷൻ കിട്ടുന്നതിനുള്ള ഒരു ആവശ്യമാണ്. ഇനി പറയുന്നത് എന്താണ്, ഹോസ്പിറ്റൽ വൈഡ് ഇന്റേണൽ ഓഡിറ്റ് ടു ബി മാനേജ്ഡ് വൺസ് ഇൻ 6 months. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഹോസ്പിറ്റൽ വൈഡ് ഇന്റേണൽ ഓഡിറ്റ് ടു ബി മാനേജ്ഡ് വൺസ് ഇൻ 6 months. അതായത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഓഡിറ്റ് ഉണ്ടല്ലോ, ഓഡിറ്റ് അത് വന്നിട്ട് 6 മാസത്തിൽ ഒരിക്കൽ നടത്തണം. ഓക്കെ, 6 മാസത്തിൽ ഒരിക്കൽ. അപ്പൊ ടൈം നോക്കുന്നുണ്ട്, 6 മാസത്തിൽ ഒരു പ്രാവശ്യം ഒരിക്കല് എന്ത് ചെയ്തിരിക്കണം, ഈ പറയുന്ന ഹോസ്പിറ്റലിലുള്ള ഓഡിറ്റിംഗ് നടത്തിയിരിക്കണം കേട്ടോ. അതിപ്പോ ഹോസ്പിറ്റൽ മാത്രമല്ല, എല്ലാ സ്ഥാപനങ്ങളിലും ഓഡിറ്റിംഗ് ഒക്കെ നടക്കാറുണ്ട് അല്ലെ. ചിലർക്ക് 3 മാസം കൂടുമ്പോഴേക്ക് നടക്കുന്നവരുണ്ട്. ഇവിടെ പറയുന്നത് ഹോസ്പിറ്റലിൽ 6 മാസത്തിൽ ഒരിക്കല് ഒരു വൈഡ് ഇന്റേണൽ ഓഡിറ്റ് നടത്തിയിരിക്കണം. പിന്നെന്താണ് 9ാമത്തെ പോയിന്റ്, 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്ട്സ് ഇൻ എ ഇയർ ആണ് കേട്ടോ. 2 ആണ്, 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്ട്സ് ഇൻ എ ഇയർ. വർഷത്തില് എന്താണ് രണ്ട് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റുകളെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. 2 മതി, 2ൽ കൂടുതൽ ആവാം, അത് അവരുടെ ഇഷ്ടം. പക്ഷെ 2 എണ്ണമെങ്കിലും, 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റുകൾ ഒരു വർഷം കേട്ടോ. വർഷത്തില് എന്ത് ചെയ്തിരിക്കണം, 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റുകൾ നടത്തിയിരിക്കണം. അതിപ്പോ എന്തിനെ സംബന്ധിക്കുന്ന വിഷയം അവർക്ക് എടുക്കാം, പക്ഷെ 2 എണ്ണം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി 10th പോയിന്റ് എന്താണ്, ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ്. അതാണ് ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, വിച്ച് കൺസിസ്റ്റ് ഓഫ് ഐഡന്റിഫിക്കേഷൻ, റിപ്പോർട്ടിംഗ്, റിവ്യൂയിങ് ആൻഡ് ആക്ഷൻ ഓൺ ഇൻസിഡൻസ്. ദിസ് കുഡ് കൺസിസ്റ്റ് ഓഫ് എ നിയർ മിസ്, സെന്റിനൽ ഇവന്റ് ഓർ അഡ്വേഴ്സ് ഇവന്റ്സ്. എന്താണ് പറയുന്നത്, ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അതായത് ആ ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും മോശം സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ നല്ലതും ഉണ്ടാകും, ചീത്തയുണ്ടാകും.
പക്ഷെ ഇവിടെ നല്ല മോശമായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. അത്തരം സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, അത് കൃത്യമായിട്ട് തിരിച്ചറിയുക. അങ്ങനെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുക, റിവ്യൂ ചെയ്യുക, അവലോകനം നടത്തുക. അതുപോലെ തന്നെ ആൻഡ് ആക്ഷൻ ഓൺ ഇൻസിഡൻസ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ആ ഒരു ഹോസ്പിറ്റൽ എടുത്തിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് മാനേജ് ചെയ്യണം. ഓക്കെ, അതാണ് ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന എന്ത് മോശം ഇൻസിഡന്റ് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അതിനെ റിപ്പോർട്ട് ചെയ്ത് അതിന് അവലോകനം നടത്തി അതിനെടുത്ത നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് സൂക്ഷിക്കണം കേട്ടോ. അപ്പോ ഈ നമ്മൾ പറഞ്ഞല്ലോ മോശം സംഭവങ്ങൾ എന്ന് പറഞ്ഞല്ലോ, അത് എന്തൊക്കെയാണെന്നാണ് അവിടെ പറയുന്നത്. ദിസ് കുഡ് കൺസിസ്റ്റ് ഓഫ് എ നിയർ മിസ്. നമ്മള് മറ്റേ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിൽ ഒരു പോയിന്റ് പറഞ്ഞു അല്ലെ, പെർസെന്റേജ് ഓഫ് നിയർ മിസ് എന്ന് പറഞ്ഞില്ലേ. എന്തായിരുന്നു നിയർ മിസ്? അതൊരു പ്രതികൂല സംഭവമാണ് അല്ലെ. അതായത് ഒരു രോഗിക്ക് നമ്മൾ വൈദ്യപരിചരണം കൊടുക്കുന്ന സമയത്ത്, മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും തെറ്റുകളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പിശകുകളോ പാകപ്പിഴകളോ ആയിരിക്കാം. പക്ഷെ ഭാഗ്യവശാൽ എന്താണ്, ആ രോഗിക്ക് അത് യാതൊരു വിധത്തിലും ദോഷം ചെയ്യുന്നില്ല. അങ്ങനെയുള്ള സംഭവങ്ങൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അന്ന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് അത്ര ക്ലിക്കായില്ലാന്ന് തോന്നുന്നു. അതായത് ഇതാണ് നിയർ മിസ്സിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ഒരു പേഷ്യന്റ്, ആ പേഷ്യന്റിന്റെ റിസ്റ്റിലാണ് സർജറി ചെയ്യുന്നത്. റിസ്റ്റ് മീൻസ് നമ്മുടെ കൈത്തണ്ടയില്ലേ ഈ ഭാഗം, റിസ്റ്റ് വാച്ച് എന്നൊക്കെ പറയുന്നത്, റിസ്റ്റ് കൈത്തണ്ട, അവിടെയാണ് സർജറി ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഡോക്ടർ എന്ത് ചെയ്യാണ്, ഷോൾഡറിന്റെ ഭാഗത്ത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുകയാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചിട്ട്. ഓക്കെ, എക്സാമ്പിൾ ആണ് കേട്ടോ പറയുന്നത്. പക്ഷെ പെട്ടെന്ന് അനസ്തേഷ്യോളജിസ്റ്റ് ഈ ഒരു കാര്യം നോട്ടീസ് ചെയ്യുകയാണ്, അലർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഡോക്ടറെ അതേ റിസ്റ്റിലല്ല, ഷോൾഡറിലല്ല സർജിക്കൽ സർജറി ചെയ്തത്, റിസ്റ്റിലാണ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റില് എന്താ പറയാ സാധ്യതയുള്ള എന്തെങ്കിലും ഒരു പിശകോ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ആയിരിക്കും. പക്ഷെ ഫോർച്ചുനേറ്റ്ലി എന്താണ്, ആ രോഗിക്ക് വേറെ ദോഷമൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കേസുകളെയാണ് നിയർ മിസ് എന്ന് പറയുന്നത്. അപ്പൊ നിയർ മിസ് ആവാം. സെന്റിനൽ ഇവന്റ് കേട്ടോ. സെന്റിനൽ ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റിനൽ ഇവന്റ് ശ്രദ്ധേയമായിട്ടുള്ള സംഭവം എന്നുള്ള അർത്ഥമാണ്. ശ്രദ്ധേയമായിട്ടുള്ള ഇങ്ങനെയുള്ള സംഭവം മോശം സംഭവങ്ങളാണ് കേട്ടോ. അതായത് നല്ല സംഭവങ്ങളല്ല, മോശം സംഭവങ്ങളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ അഡ്വേഴ്സ് ഇവന്റ്സ്, പ്രതികൂല സംഭവങ്ങൾ. ഞാൻ പല പല വാക്കുകൾ പറഞ്ഞു എന്ന് നോക്കും. ഇത്തരം മോശം സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് റിവ്യൂ ചെയ്ത് അതിനെടുത്ത നടപടിക്രമങ്ങളൊക്കെ എല്ലാം എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. അതായത് റിപ്പോർട്ടിംഗ് പ്ലസ് മാനേജിങ് നടത്തണം. അതാണ് ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും ഒരു ഹോസ്പിറ്റലിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ഫാക്ടർ ആണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ എന്ത് പഠിച്ചത്? NABH ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്സ് ആണ് നമ്മൾ ഇത്രയും കണ്ടത് കേട്ടോ. എന്തൊക്കെ പഠിച്ചു? മാനുവൽസ് നമ്മൾ പഠിച്ചു അല്ലെ. ഒന്നാമത്തെ എന്തൊക്കെ വേണം? ആവശ്യമുള്ളത് മാനുവൽ വേണം. മാനുവലിനെ സംബന്ധിച്ച കാര്യം പറഞ്ഞല്ലോ, ക്വാളിറ്റി സേഫ്റ്റി ഇൻഫെക്ഷൻ കൺട്രോൾ. രണ്ടാമത്തെ കമ്മിറ്റി വേണം അല്ലെ. ഏതൊക്കെ കമ്മിറ്റി? ഒരു 8ഓളം കമ്മിറ്റി നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, അതൊരു 32 നമ്മൾ പഠിച്ചു. പിന്നെ ലാസ്റ്റ് വന്ന പോയിന്റുകൾ ഇതൊക്കെയാണ്. സൈനേജ് അല്ലെ, സൈനേജ് വേണം. സ്റ്റാഫ് ട്രെയിനിങ് റെക്കോർഡ് ഉണ്ടായിരിക്കണം. സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ ഉണ്ടായിരിക്കണം. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ 6 മാസത്തിൽ ഒരിക്കല് മറ്റേ ഓഡിറ്റിംഗ് നടത്തിയിരിക്കണം ഹോസ്പിറ്റലില്. അതുപോലെ വർഷത്തില് ഓരോ വർഷത്തില് കേട്ടോ, ഒരു വർഷത്തില് 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റുകളെങ്കിലും ആ ഒരു ഹോസ്പിറ്റലിൽ നടത്തിയിരിക്കണം. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും മോശം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് റിപ്പോർട്ട് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് കേട്ടോ. ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? ക്ലിയർ ആണോ? 2 മിനിറ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കിയേ. 2 മിനിറ്റ് ഇത്രയും നമ്മൾ എടുത്ത കാര്യങ്ങൾ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഇല്ലേ, അതും ഇനി 4 തൊട്ട് 10 വരെയുള്ള പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒളിച്ച് വായിച്ചു നോക്കിയാൽ നിങ്ങള് ഒന്ന് വായിക്കും. വായിച്ചു നോക്കിയോ? ഒന്ന് ഒടിച്ച് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ.
നിങ്ങൾക്ക് ഇതെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതേ പോയിന്റുകൾ തന്നെയാണ് ഇനി നമ്മൾ തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണുന്നത്. പിന്നെ എന്താണ് എല്ലാം ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് നമ്മൾ പറയുന്നു മാത്രം കേട്ടോ. അതോട് കൂടിയിട്ടാണ് ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് വായിക്കാനോ നമുക്ക്. അടുത്തതാണ് എന്ത്, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് കേട്ടോ. ഇതിന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും, ഇതിന്ന് ഉള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വായിക്കുക എന്തായാലും കേട്ടാ. ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നോക്കാം, ലാസ്റ്റ് ഒന്ന് പറയാം കേട്ടാ. നമുക്ക് ഇതിന് സാധ്യതയുള്ള ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ അവസാനിക്കുമ്പോൾ ഇതിന് വരാൻ സാധ്യത, നിങ്ങൾ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അത് വരാനൊക്കെ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകളാണ് കേട്ടോ. മോക്ക് ടെസ്റ്റിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസുകള് കൃത്യമായിട്ട് തന്നെ പരിശീലിക്കുക. ആ രീതിയിലൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. ഓക്കെ, അപ്പൊ ഡെയിലി നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏത് രീതിയിലാണ് നല്ലത് കേട്ടോ. കാര്യം എന്താണ്, ഇതിനകത്ത് വലിയ കൂടുതലൊന്നും വലിയ ചാപ്റ്റർ ആക്കി വെച്ചേക്കാണ്. സത്യത്തിൽ ഈ കണ്ടന്റ് വളരെ കുറച്ചേ ഉള്ളൂ. അത് അത്രയും ചുരുക്കി അത്രയും പേജസിന് ആവശ്യമുള്ളൂ. പക്ഷെ കുറെ പേജുകൾ ഇങ്ങനെ നീട്ടി വലിച്ചിട്ടേക്കാണ്. ക്വാളിറ്റി അഷ്വർ ചെയ്യണം, പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പാക്കണം. അതിനെന്താണ് നെഗേജ് എന്താന്ന് പറഞ്ഞാൽ മതി. ജസ്റ്റ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു പോയാൽ മതി. ഒരുപാട് ഇങ്ങനെ എഴുതി കൂട്ടി വെച്ചേക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത മോക്ക് ടെസ്റ്റ് നോക്കാം കേട്ടോ. മോക്ക് ടെസ്റ്റ് നോക്കാം. അതുപോലെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ഇനി നിങ്ങൾക്ക് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുമല്ലോ. ചാപ്റ്റർ അവസാനിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയൊക്കെ വരാമെന്നുള്ള കാര്യം ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം കേട്ടോ. ആ രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നോക്കാം. നെക്സ്റ്റ് ഭാഗമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് കേട്ടോ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്താണ് ഈ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്? അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഇതെന്താണോ സാധനം എന്ന് വിചാരിക്കുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അല്ലേ, അത് തന്നെയാണ് കേട്ടോ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, എനിക്ക് ഈ ചാപ്റ്റർ പഠിപ്പിച്ചിട്ട് എനിക്ക് മടുത്തു തുടങ്ങി. ഭയങ്കര ഒരു ബോറിംഗ് ആയിട്ട് തോന്നുന്നു അല്ലെ. അപ്പൊ നോക്കുക, നിങ്ങളൊക്കെയാണ് ഉച്ചക്കലത്തെ ബാച്ച് ഊണൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു. ഒന്നും മിണ്ടണമൊന്നുമില്ല. ഓ എന്ത് ബോറാണ്, എനിക്ക് ഭയങ്കര ഷോക്കായിട്ട് ഫീൽ ചെയ്യുന്നത്. നോക്കട്ടാ, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആർ, കുറച്ചുപേര് ഉറങ്ങാതിരിക്കന്നെ, കുറച്ചുപേര് എനിക്കറിയില്ല അവിടെ എന്തോ ഇല്ലേ, എന്തായാലും ചോദിച്ചാൽ തന്നെ മറുപടി ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഭയങ്കര ബോറടിയാണ് ഇവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുമ്പോ. ഓക്കെ, നോക്കാട്ടാ, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്താ നോക്കാം. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആർ, ഇവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ, ക്വാളിറ്റി ഞാൻ നിങ്ങളെ കാണുന്നില്ലല്ലോ. ഞാൻ ഇങ്ങനെ ഒരു സ്ക്രീൻ ഉണ്ടല്ലോ, മൊത്തം ക്യാമറ ഉണ്ട്, നോക്കിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ആരും കാണുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആർ അതർവൈസ് കോൾഡ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ ഈ പഠിച്ച കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകളെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. കാര്യം എന്താണ്, ഒരു സ്ഥാപനത്തിന്റെ ക്വാളിറ്റി നമ്മൾ മെഷർ ചെയ്യാനായിട്ടാണ് ഈ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്നും പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ക്വാളിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞപ്പോ അതിന്റെ ക്വാളിറ്റി എന്ന വാക്ക് എന്താണ്, ഇൻഡിക്കേറ്റർ എന്ന വാക്ക് എന്താണ് എന്നാണ് അടുത്തത് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. നോക്കുക, ദ ക്വാളിറ്റി refers to the degree of adherence to pre-established criteria of the standards. അതാണ് quality refers to the degree of adherence to pre-established criteria or standards. ഇവിടെ എന്താ പറയുന്നത്, ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഒരു സ്ഥാപനം, നമ്മുടെ സ്ഥാപനം ഏതാണ്, ഹോസ്പിറ്റൽ അല്ലെ. ആ ഒരു ഹോസ്പിറ്റല് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങള് എത്രത്തോളം പാലിക്കുന്നുണ്ട്, ആ പാലിക്കുന്നതിന്റെ വ്യാപ്തിയാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡിഗ്രി ഓഫ് അഡ്ഹിയറൻസ് എന്ന് പറഞ്ഞാൽ പാലിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സെയിം മീനിങ് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടൊരു വാക്കിലെ കംപ്ലൈൻസ് എന്ന് പറഞ്ഞ വാക്കിലെ എന്റെ അർത്ഥം അത് തന്നെയാണ് കേട്ടോ, പാലിക്കുക എന്നുള്ള മീനിങ് ആണ്. അപ്പൊ ഇവിടെ എന്താണ് അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ, ക്വാളിറ്റി റെഫേഴ്സ് ടു ദ ഡിഗ്രി ഓഫ് അഡ്ഹിയറൻസ് ടു പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ഓഫ് സ്റ്റാൻഡേർഡ്സ്. ഒരു ഹോസ്പിറ്റല് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ എത്രത്തോളം പാലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് പാലിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നതിന്റെ വ്യാപ്തിയാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്, ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്വാളിറ്റി ഇൻഡിക്കേറ്ററിലെ ക്വാളിറ്റി ക്ലിയർ ആണല്ലോ. അപ്പൊ ഇനി അടുത്തത് പറയുന്നത് എന്താണ് ഇൻഡിക്കേറ്റർ. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ,
സൂചകങ്ങൾ അല്ലെ. എന്താ സംഭവത്? ഇൻഡിക്കേറ്റേഴ്സ് ആർ എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ഓഫ് ദ പെർഫോമൻസ് ഓഫ് ഫംഗ്ഷൻ, സിസ്റ്റം ഓർ പ്രോസസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇവിടെ വായിക്കാം. എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാല്? എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ഓഫ് ദ പെർഫോമൻസ് ഓഫ് ഫംഗ്ഷൻ, സിസ്റ്റം ഓർ പ്രോസസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ട്ടാണ്. അതായത് ഒരു നിർദ്ദിഷ്ട സമയത്തില് അവര് ആ ഒരു പ്രകടനത്തിന്റെ അല്ലെ, അതിന്റെ ആ ഒരു പെർഫോമൻസിന്റെ ഏതെങ്കിലും പ്രകടനം അല്ലെ, പെർഫോമൻസിന്റെ അളവുപോലെ അല്ലെ, അതിനെ നമ്മൾ മെഷർ ചെയ്യുന്ന ചില ടൂൾസ്, അതാണ് അവിടെ ഇൻഡിക്കേറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കണ്ടില്ലേ 32 ഇൻഡിക്കേറ്റർ കണ്ടില്ലേ? ആ ഓരോ ഇൻഡിക്കേറ്റർ വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കുന്നത്. ആ ഒരു പെർഫോമൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ്, മെഷറിംഗ് ടൂൾസ്, അതാണ് ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൂചകങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു, ഇത് പുതിയതായിട്ടൊന്നും നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നില്ല കേട്ടോ. നമ്മൾ ഇപ്പൊ പറഞ്ഞില്ലേ ഈ പറയുന്ന 32 ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ? അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് തിരിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. അതേ പോയിന്റുകളൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ വരുന്നത്. 1-2 മാത്രം എക്സ്ട്രാ പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ വലിയ സ്ട്രെയിൻ നമുക്ക് വരില്ല കേട്ടോ പഠിക്കാനായിട്ട്. ഇനി നമുക്ക് നോക്കാം. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഫോർ KPD in different hospital departments. ഇതാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഫോർ KPD in different hospital departments. എന്താണ് KPD? KPD എന്താണെന്ന് അറിയോ? കീ പെർഫോമൻസ് ഡ്രൈവർ എന്നാണ് കേട്ടോ. കീ പെർഫോമൻസ് ഡ്രൈവർ. ഇത് ഡ്രൈവർ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ അല്ല കേട്ടോ, ഡ്രൈവ്സ് ആണ്. മോട്ടീവ്സ് എന്നുള്ള അർത്ഥമില്ലേ? മോട്ടീവ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ എന്താ എഴുതി വെച്ചേക്ക്? KPI എന്നാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ്. KPD എന്ന് പറഞ്ഞാല് കീ പെർഫോമൻസ് ഡ്രൈവർ എന്നാണ് കേട്ടോ. കീ പെർഫോമൻസ് ഡ്രൈവർ. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ? ഏകദേശം ഒന്നൊക്കെ തന്നെയാണ്. രണ്ടും ക്വാളിറ്റി അഷ്വറൻസ് ഒക്കെ തന്നെയാണ് ഉറപ്പാക്കുന്നത്. ചെറിയൊരു വ്യത്യാസമുണ്ട്. മറ്റേത് സൂചകങ്ങളാണ് അല്ലെ, ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇത് ഡ്രൈവ്സ് ആണ് എന്ന് പറഞ്ഞത് നല്ല രീതിയിൽ ഒരു പ്രകടനം കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഓർഗനൈസേഷൻ എടുക്കുന്ന ഒരു എഫർട്ട് അല്ലെ, ഒരു പ്രയത്നം, അതാണ് ഇവിടെ എന്ത് ഉദ്ദേശിക്കുന്നത്? KPD എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് കീ പെർഫോമൻസ് ഡ്രൈവർ. ഡ്രൈവ് എന്ന് വെച്ചാൽ ഇവിടെ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോട്ടീവ് എന്നുള്ള അർത്ഥമാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത്. ഇപ്പൊ നമ്മൾക്കൊരു എന്താ പറയാ, ഒരു ഇന്റേണൽ ഡ്രൈവ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ഇത് പഠിക്കാൻ വന്നിരിക്കുന്നത് അല്ലെ. നിങ്ങൾക്ക് തോന്നി ഇത് പഠിക്കണം എന്ന്, നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ കോഴ്സിൽ വന്ന് പഠിക്കുന്നത്. എന്താ ഇങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ ബോറടിച്ച് ഇങ്ങനെ സഹിച്ചൊക്കെ ഇരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഡ്രൈവ് കൊണ്ടാണ്. പഠിക്കണം എന്നുള്ളൊരു ഡ്രൈവ് എന്നതുപോലെ കീ പെർഫോമൻസ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഹോസ്പിറ്റല് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഓർഗനൈസേഷൻ എടുക്കുന്ന ഒരു എഫർട്ട് അല്ലെ, ആ ഒരു എഫർട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രയത്നം, അതാണ് അവിടെ KPD എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഇതേ ഇൻഡിക്കേറ്റേഴ്സ് ഓരോ ഡിപ്പാർട്ട്മെന്റ് വെച്ച് പഠിക്കാൻ, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് എന്തൊക്കെ യജ്ഞങ്ങൾ, എന്തൊക്കെ എഫർട്ടുകളാണ് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് പഠിക്കാൻ പോവാണ്. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്ന എന്താ പറയാ ആ ഒരു എഫർട്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ വിഭാഗം എടുക്കുന്ന എഫർട്ട്, അതുപോലെ ഇനി കുറെ ഉണ്ട്. എന്താണ്? ICU ഉണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, ലാബ് ഉണ്ട്, ഫാർമസി ഉണ്ട്, ഫ്രണ്ട് ഓഫീസ് ഉണ്ട്, പിന്നെന്താണ് MRD ട്ടാ, മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഭാഗത്ത് MRD, പിന്നെ HRM ഉണ്ട്, ക്വാളിറ്റി. അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെന്റും വെച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീർന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ നോക്കാം. മനസ്സിലായല്ലോ? ക്വാളിറ്റി കീ പെർഫോമൻസ് ഡ്രൈവ് എന്താണെന്ന് മനസ്സിലായല്ലോ? അപ്പൊ ആദ്യത്തെ ഡിപ്പാർട്ട്മെന്റിലോട്ട് നമ്മൾ കടക്കാണ്. ഏതാണ്? നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. അതായത് ആ ഒരു നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ നമ്മൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ വാരി വലിച്ച് എല്ലാം കൂടെ ഒരുമിച്ചാണ് പറയുന്നത് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ. ഇത് നമ്മളിങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി പഠിക്കാൻ പോകും. ഇതിലെല്ലാം വിഭാഗമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അല്ലെ. എല്ലാ ഭാഗവുമായിട്ട് ഹോസ്പിറ്റലുമായിട്ട് മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. ഇനി തന്നെ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കായിട്ട് ഒതുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നോക്കാം. ഫസ്റ്റ് വൺ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്. അതായത് ഒരു നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു കീ പെർഫോമൻസിന് വേണ്ടിയിട്ട് എന്തൊക്കെ എഫർട്ടുകളാണ് അവർ ചെയ്തത്? സെയിം പോയിന്റ് തന്നെയാണ് ഇത്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിൽ വന്ന സെയിം പോയിന്റ് തന്നെയാണ് കേട്ടോ. പക്ഷെ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് റിലേറ്റഡ് ആയ പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്താണ്? ഇനി ഇവിടെ ആദ്യം പറയുന്നുണ്ടല്ലോ, ടൈം ഫോർ ദ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് ഇൻപേഷ്യന്റ് ഓർ ഇൻഡോർ പേഷ്യൻസ്. തുടക്കം പറഞ്ഞ പോയിന്റ് അല്ലേ. അതായത് ഇൻപേഷ്യൻസിന്റെ പ്രാഥമിക വിലയിരുത്തലിനെടുത്ത സമയം. കാരണം പ്രാഥമികമായിട്ട് വിലയിരുത്തുന്നത്
അല്ലെ, അത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് ഇൻ പേഷ്യന്റ് ഓർ ഇൻഡോർ പേഷ്യൻസ് ആ സെയിം പോയിന്റ് തന്നെയാണ് കേട്ടോ. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ പോയിന്റ് അതിൽ ഉണ്ടായിരുന്നില്ല, അപ്പൊ അത് നമുക്കൊന്ന് പറയണം. പെർസെന്റേജ് ഓഫ് ഇൻ പേഷ്യന്റ് കേസസ് ഇൻ വിച്ച് ദ നഴ്സിംഗ് കെയർ പ്ലാൻ ഇസ് ഡോക്യുമെന്റഡ്. എന്താണ്? അതായത് ഒരു നഴ്സിംഗ് കെയർ പ്ലാൻ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? ഡോക്യുമെന്റ് ചെയ്തിരിക്കണം. അങ്ങനെ കൃത്യമായിട്ട് നഴ്സിംഗ് കെയർ പ്ലാൻ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള ഇൻ പേഷ്യന്റ് കേസുകളുടെ ശതമാനം. മനസ്സിലായോ? അതായത് ഒരു നഴ്സ് ഈ നഴ്സിംഗ് കെയർ കൊടുക്കുമ്പോൾ അവർ ആ പേഷ്യൻസിന് കൊടുക്കുന്ന എല്ലാ ട്രീറ്റ്മെന്റുകളും, അവർക്ക് കൊടുക്കുന്ന മരുന്നുകള്, അവർ കൊടുക്കുന്ന എല്ലാ പരിചരണങ്ങളും A to Z എന്ത് ചെയ്തിരിക്കണം? ഡോക്യുമെന്റ് ചെയ്തിരിക്കണം, എന്ന് വെച്ചാൽ രേഖപ്പെടുത്തി അവർ വെച്ചിരിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ പറയുന്നത് അങ്ങനെ ഒരു നഴ്സിംഗ് കെയർ പ്ലാൻ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള കേസുകളുടെ ശതമാനം, അതായത് അത്തരം അതിന്റെ ശതമാനം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെന്താണ്? പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ എറർ. നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ് മെഡിക്കേഷനിൽ വരുന്ന ഈ പറയുന്ന തെറ്റുകൾ അല്ലെ, അതിന്റെ ശതമാനമാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, അഫ്സലൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ കാര്യമാണ്. അതായത് മെഡിസിൻസ് വരുമ്പോ എക്സ്പയർഡ് ആയിട്ടോ വാലിഡ് ആയിട്ടോ അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ വരുമല്ലോ, അതൊക്കെ മെഡിക്കേഷൻ എററുകളാണ് അതിന്റെ ശതമാനം. കാര്യം മെഡിക്കേഷൻ ആരാ കൊടുക്കുന്നത്? നഴ്സുമാരാണ് അല്ലെ. ഈ വാർഡ് പേഷ്യൻസിന് ഈ മരുന്നുകളൊക്കെ കൊടുക്കുന്നത് ആരാണ്? നഴ്സുമാരാണ്. അതുകൊണ്ടാണ് ഇത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ആ ഒരു പോയിന്റ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നാലാമത്തെ പോയിന്റ് ഇതാണ്. നമ്പർ ഓഫ് സെന്റിനൽ ഇവന്റ്സ് റിപ്പോർട്ടഡ് ഗാതേർഡ് ആൻഡ് എക്സാമിൻഡ് വിത്തിൻ ദ ഡിഫൈൻഡ് ടൈം ഫ്രെയിം. അതായത് നേരത്തെ പറഞ്ഞില്ലേ ഒരു പോയിന്റ്, നമ്പർ ഓഫ് സെന്റിനൽ ഇവന്റ്സ് റിപ്പോർട്ടഡ് ഗാതേർഡ് ആൻഡ് എക്സാമിൻഡ് വിത്തിൻ ദ ഡിഫൈൻഡ് ടൈം ഫ്രെയിം. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്, അങ്ങനെ ചിന്തിക്കണം കേട്ടോ, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സെന്റിനൽ ഇവന്റ്സ്, മോശമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക, കളക്ട് ചെയ്യുക, അതിനെ വിലയിരുത്താം, അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. അതിന്റെ ശതമാനം, അത്തരം അതിന്റെയൊക്കെ എണ്ണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് എന്താണ് സെന്റിനൽ ഇവന്റ് എന്ന് കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. വാട്ട് ഈസ് എ സെന്റിനൽ ഇവന്റ്? സെന്റിനൽ ഇവന്റ് എന്താണെന്ന്? A sentinel event is defined as any unanticipated event in a healthcare setting that results in death or serious physical or psychological injury to a patient or patients not connected with the natural course of the patient's illness. അതിനെയാണ് നമ്മൾ സെന്റിനൽ ഇവന്റ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ മോശമായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ, ശ്രദ്ധേയമായിട്ടുള്ള സംഭവങ്ങളാണ്, പക്ഷെ അത് മോശമായിട്ടുള്ളതായിരിക്കാം. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് എൻ എനി അൺആന്റിസിപ്പേറ്റഡ് ഇവന്റ്. ആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? അപ്രതീക്ഷിതമായിട്ട് എന്നാണ് കേട്ടോ. അല്ലല്ല, അൺആന്റിസിപ്പേറ്റഡ് ആണ് അല്ലെ. ഓക്കെ, അൺആന്റിസിപ്പേറ്റഡിന്റെ മീനിങ് മൊത്തത്തിൽ എന്താണ്? അപ്രതീക്ഷിതമായിട്ട് കേട്ടോ, അൺഎക്സ്പെക്ടഡ് ആയിട്ട്. അപ്പൊ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഈ പറയുന്ന ഹോസ്പിറ്റലിൽ നടക്കുന്ന എന്തെങ്കിലും മോശം സംഭവങ്ങളാവാം. ഈ സംഭവങ്ങളുടെ ഫലം എന്താണ്? അതൊരു പക്ഷേ പേഷ്യൻസിന്റെ മരണത്തിനോ, അല്ലെങ്കിൽ അവർക്ക് ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇഞ്ചുറിക്കോ, അല്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ടുള്ള വല്ല ബുദ്ധിമുട്ടുകളിലൊക്കെ കാരണമായേക്കാം. അങ്ങനെയുള്ള സംഭവങ്ങളെയാണ് നമ്മൾ സെന്റിനൽ ഇവന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ സെന്റിനൽ ഇവന്റ് എന്താണെന്ന്? ഒരു രോഗിയുടെ മരണത്തിനോ, അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ ആയിട്ടോ, അല്ലെങ്കിൽ മാനസികമായിട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾക്ക്, അല്ലെങ്കിൽ രോഗാവസ്ഥയ്ക്ക് കാരണമായേക്കാവുന്ന അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ളത്, പ്രത്യേകം എടുത്തു പറയേണ്ടത് അൺആന്റിസിപ്പേറ്റഡ് ആണ്. ആ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന ചില പ്രതികൂല സംഭവങ്ങളെയാണ് സെന്റിനൽ ഇവന്റ് എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് ഒരു പോയിന്റ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നോട്ട് കണക്റ്റഡ് വിത്ത് ദ നാച്ചുറൽ കോഴ്സ് ഓഫ് ദ പേഷ്യൻസ് ഇൽനെസ്. അതായത് ആ ഒരു രോഗിയുടെ യഥാർത്ഥ രോഗാവസ്ഥയുമായിട്ട് ബന്ധപ്പെടുന്നതല്ല. എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പൊ ഒരാള് വയറുവേദന വേണ്ട, നെഞ്ചുവേദന, ഓക്കെ, ഒരു പേഷ്യന്റ് നെഞ്ചുവേദനയായിട്ട് വന്നു, ആ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വരികയാണ്. എന്നിട്ട് ഇയാള് എന്താണ്, നെഞ്ചുവേദനയുടെ ട്രീറ്റ്മെന്റിന് വന്ന പേഷ്യന്റ് അവിടെ ബാത്റൂമിൽ തെന്നി വീണ് തലയിടിച്ചാൽ മരിക്കാന്ന് വിചാരിക്കാം. അപ്പൊ എന്താണ്, നെഞ്ചുവേദനയ്ക്കാണ് വന്നത്, പക്ഷെ നെഞ്ചുവേദന കൊണ്ടാണോ അയാൾ വീണത്? അല്ല, ആ ബാത്റൂമില് ആ സ്ലിപ്പറി ഫ്ലോർ കാരണം അതിൽ തെന്നിയിട്ട് അയാള് വീണ്, അങ്ങനെ അയാൾ ഹെഡ് ഇഞ്ചുറി വന്ന് മരണപ്പെടുകയാണ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, നോട്ട് കണക്റ്റഡ് വിത്ത് ദ നാച്ചുറൽ കോഴ്സ് ഓഫ് ദ പേഷ്യന്റ് ഇൽനെസ് കേട്ടോ. അതായത് ആ പേഷ്യന്റ് യഥാർത്ഥ രോഗാവസ്ഥയായിട്ട് കണക്റ്റഡ് ആയിട്ടല്ല അയാൾ മരണപ്പെടുന്നത്, അയാൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് മറ്റെന്തെങ്കിലും കാരണം. ഇയാൾ തെന്നി വീഴാന്നുള്ളത് അൺആന്റിസിപ്പേറ്റഡ് ഇവന്റ് ആണ് അല്ലെ, അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു സംഭവമാണ്.
അതുമൂലമാണ് അയാൾ മരണപ്പെട്ടത്. വന്നത് എന്തിനായിരുന്നു? നെഞ്ചുവേദനയ്ക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി വന്ന ആളാണ്. അങ്ങനെയുള്ള കേസുകളാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നത്തെ ക്ലാസ് മതി നമുക്ക്. അപ്പൊ ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.